പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ല. കനത്ത ചൂടിൽ വെന്തുരുകയാണ് കേരളം. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി KSEBയുടെ അപ്രഖ്യാപിത പവർ കട്ട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള പാലക്കാട് അടക്കം രാത്രി ഉറങ്ങാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ. ജനങ്ങളുടെ ദുരിതവും പ്രയാസവും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് 24. ഇന്നലെ രാത്രി കറണ്ട് പോയ സ്ഥലങ്ങളിലെത്തി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി ആദ്യം. അത് പാലക്കാട്ടേക്കാണ്. കനത്ത ചൂടുള്ള പാലക്കാട് മാരകമായ ചൂടാണ്. പാലക്കാട് എന്താണ് അവസ്ഥ എന്ന് പറയും. ആര് പറയും? ഷാരിഖ് നവാസ് പറയും. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തിലെ തിരുവാലത്തൂർ എന്ന പ്രദേശത്താണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കറണ്ട് പോയി കഴിഞ്ഞു. രാവിലെ, അതായത് പകൽ അന്തിയോളം ചൂട് കൊണ്ട് വെന്തുരുകിയാണ് പാലക്കാട്ടുകാർ ജീവിക്കുന്നത്. അത്തരത്തിൽ രാത്രി വിശ്രമിക്കാന്ന് വെച്ചാൽ അപ്പോൾ കറണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് ചുട്ടുപൊള്ളിക്കൊണ്ട് ഇരിക്കാൻ കഴിയില്ല. ആളുകളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഈ വീട്ടുകാരുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 11 മണിക്ക് കറണ്ട് പോയി. ഇന്നലെ രാത്രി 1:30ക്കാണ് കറണ്ട് വന്നിരിക്കുന്നത്. നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് പുറത്തു വന്നിട്ട് KSEBക്കാരെ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. സമയങ്ങളിൽ വല്ലാതെ പിന്നെ പുറത്തിറങ്ങിയാൽ പാമ്പും ഇഴജന്തുക്കളും വന്നിട്ട് ആളെ ബുദ്ധിമുട്ടിക്കുക. അതുകാരം പുറത്തിറങ്ങാൻ പറ്റാത്ത പരിശീലനം. എന്താ ചെയ്യാന്നുള്ളത് അറിയാതെ ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത്. KSEB വിളിച്ച ഫോൺ എടുക്കുന്നില്ല. ചേട്ടൻ പറയുന്നത്, അതായത് KSEBയിൽ വിളിച്ചാൽ ഫോൺ എടുക്കാത്തൊരവസ്ഥയാണുള്ളത്. കാരണം പലപ്പോഴും ബിസിയാണ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ പലപ്പോഴും വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. ഈ വീട്ടിലെ സ്ത്രീകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരും ഈ ഒരു കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഈ കഷ്ടത അനുഭവിച്ചിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ചേച്ചി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വീടിനകത്തൊന്നും ഇരിക്കാൻ പറ്റണില്ല. പിന്നെ ഞങ്ങൾ ചൂട് കാരണം ടെറസിന്റെ മുകളിലൊക്കെ പോയിട്ടാ കിടക്കുക. അപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. കാറ്റും അങ്ങനെ. കറണ്ട് ഇല്ലാണ്ട് പകല് അങ്ങനെയൊന്നും കുഴപ്പമില്ല. രാത്രി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണത് കൊണ്ട് ഞാനും അമ്മയും മേലെയാണ് കിടക്കുക. പിന്നെ രാവിലെ ഇടയ്ക്ക് വെച്ച് എണീക്കും. പിന്നെ രാത്രി ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ അധികം നടക്കും. പിന്നെ കറണ്ട് പോയതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റണില്ല. രാത്രിയും പകലൊന്നും ഉറങ്ങാനേ പറ്റില്ല. രാവിലെ 6 മണിയാകുമ്പോഴേക്ക് തന്നെ വെള്ളമൊക്കെ മേലെ കൂടെ അങ്ങോട്ട് ഒലിക്കാനാണ് നിൽക്കുന്നത്. സഹിക്കണില്ല. പകലും രാത്രിയും ഒന്നും സഹിക്കണില്ല. വലിയൊരു കഷ്ടം തന്നെയാണ് ഈ വീട്ടുകാരൊക്കെ അനുഭവിക്കുന്നത്. ഈ വീട്ടുകാർ മാത്രമല്ല, തൊട്ടടുത്തുള്ള ഈ പ്രദേശത്തുള്ളവരും. പാലക്കാട് ജില്ലയിൽ ഏകദേശം അത്തരത്തിൽ തന്നെ ഒരു അവസ്ഥയാണ് കടന്നു പോകുന്നത്. അതായത് അപ്രഖ്യാപിത ഒരു ലോഡ് ഷെഡിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ KSEB അധികൃതരെ വിളിച്ചാൽ അവർ പറയുന്നത് ഓവർ ലോഡ് ആയതുകൊണ്ട് ഡ്രിപ്പ് ആവുകയാണെന്നാണ് അവരുടെ മറുപടി. രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.